ഹൗസ് ബോട്ട് ഒക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നേരെ ചാടാൻ പോവാ. യൂഷ്വലി ഞാൻ ചാടുമ്പോൾ ക്യാമറയും ചാടുന്നല്ലേ, പക്ഷെ ഞാനും ചാടും ക്യാമറയും ചാടും നേരെ എങ്ങടാന്നറിയോ, സ്പീഡ് ബോട്ടിലേക്ക്. ഇനി സ്പീഡ് ബോട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നടു കായൽ എന്നൊക്കെ പറയില്ലേ, നടു കടൽ എന്ന് പറയണ പോലെ നടു കായലിന്റെ നടുക്കാണ് നമ്മൾ നിൽക്കണം, അങ്ങനെ തന്നെയാണോ പറയാ? അതെ 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 അതെ. ചാടട്ടെ? ഒട്ടും പേടിയില്ല, നല്ല പേടി. അയ്യോ ഞാനില്ല ഞാൻ കുറച്ചേരം ഇരുന്നിട്ട് വരാം. അയ്യോ എടുത്ത് ചാടുകയും ചെയ്തു. അത് ഓക്കെ, അത് നല്ലൊരു തീരുമാനമായിരിക്കും. ഈ ചവിട്ടി പിടിക്കുമ്പോഴാണ് ഇത് അകന്നു പോകുന്നത്. കായലിന്റെ അടുക്കല്ലേ കിടക്കുന്നത്. നേരെ ഇരുന്നു, അതിലേക്ക് ഇരുന്നു, ഈ ബ്ലാക്കിലേക്ക് ഇരുന്നു, ബ്ലാക്കിൽ ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് ഫേസ് ഇരുന്നു. ഈ ബ്ലാക്കിലേക്കാണോ? ഓക്കെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഓക്കെ, ഹായ്. നേരത്തെ ഞാൻ പേടിച്ചില്ല കേട്ടോ, അഭിനയിച്ചതാ. ഇത് കുറച്ചധികം ഹീറോയിസ് ആവും ഞാൻ ഓടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ. ആ സ്പീഡ് ബോട്ടാണ്, ഇതാ സ്റ്റാർട്ട് ചെയ്ത് പോയിട്ട് വരാം. അങ്ങനെ സ്പീഡ് ബോട്ടിലൊക്കെ പൊളിച്ച് വന്നതിന് ശേഷം വീണ്ടും ഈ വെൽക്കം ക്രൂസിനെ കൊണ്ട് തോറ്റു. അയ്യോ ലക്ഷ്മി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. അപ്പം നല്ല ആലപ്പുഴ സ്റ്റൈല് മീൻകറിയും അങ്ങനെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ ഇവരുടെ കിച്ചണിൽ ഇടിച്ച് കയറാൻ പോകാം കേട്ടോ. 5 റൂമാണ് ആക്ച്വലി ഈ ഹൗസ് ബോട്ടിലുള്ളത് വെൽക്കം ക്രൂസിന്റെ. അപ്പോ കിച്ചൺ എന്തായാലും ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഹലോ, നമ്മുടെ സ്രാങ്ക് ഇവിടെ ഉണ്ട്. കുട്ടി സ്രാങ്ക് അല്ല, വലിയ സ്രാങ്കാണ്. സ്രാങ്ക് അല്ലാണ്ട് നമ്മളാണോ ഷെഫ്? ഭയങ്കര ചുള്ളൻ ഷെഫാണല്ലോ. ലാലട്ടൻ ഫാനാണോ? ഏകദേശം ഒരു സ്റ്റൈലൊക്കെ കണ്ടപ്പോ മനസ്സിലായി. പൈനാപ്പിൾ ആണോ? ഓക്കേ. ആഹാ, ചിക്കൻ കറി ഉണ്ട്, ക്യാബേജ് ഉപ്പേരി ഉണ്ട്, പിന്നെന്തായിരുന്നു, പയറുപ്പേരി ഉണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്. ഇതെന്താ? ഇതാണ് ആലപ്പുഴ സ്റ്റൈൽ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ആലപ്പുഴയിൽ വന്നേട്ടാ. ഈ ഒരു റെഡ് കളറൊക്കെ കണ്ടോ, നല്ല മുളക് ഇട്ട് വെച്ചിട്ടുള്ള നല്ല മീൻകറി, മുളക് ഇട്ടിട്ടുള്ള നല്ല കൊട്ടപ്പൊളി ഇട്ട് വെച്ചിട്ടുള്ള മീൻകറി. ഞാൻ പൊളിക്കും. ഞാൻ എന്ത് മീനത്? കേര. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുക. ഇനി ഇതെന്താ മൂടി വെച്ചിട്ടുള്ളേ? ഓ, കപ്പയും മീൻകറി. ഇനി എന്താ വേണ്ടേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മീൻ പൊള്ളിക്കുക അങ്ങനത്തെ പരിപാടി ഉണ്ടാ? ഞാൻ വിചാരിച്ചു അതില്ലാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ അതിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓക്കെ, പണി വരാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. ഞാൻ വീട്ടില് ഭയങ്കരമായിട്ട് ജോലി എടുക്കുന്നൊക്കെയാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എല്ലാം പൊളിയോ. അതെ അല്ലേ? ഈ മസാല സീക്രട്ട് കൂട്ടാണോ? പറയില്ല. ഇതിന് നമ്മള് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് മണക്കണോ? അല്ല, മടക്കണം. ശരി ഓക്കെ, മടക്കിക്കോളൂ. ഞാൻ മടക്കിയ ശരിയാവില്ല. അടിപൊളി ഇതുള്ള മസാല കേട്ടോ. കൊതി വന്നിട്ടാണ് ഞാൻ. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അല്ല, എനിക്കറിയാം. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം?
ഒരു ഫിഷ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ എങ്ങനെ വെക്കണം. എന്ത് റെക്കോ വരണേ നോക്ക്. എന്നതാന്നേ നിങ്ങൾ എന്നതാന്നേ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇനി ഇത് മടക്കിക്കോളും. വേണ്ട, അത് ഞാൻ മടക്കിയ ശരിയാവില്ല. ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി. അടുത്ത ചേട്ടൻ തന്നെ വെച്ചാൽ മതി, കാരണം രസാവില്ലേ ഞാൻ ചെയ്ത. സ്കൂട്ടാവാ, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് എനിക്ക് വയ്യാണ്ടാവും. കപ്പ മീൻകറി നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. അടിപൊളി. നട്ടുച്ചയ്ക്ക് വട്ടക്കായലിന്റെ നടുക്ക് ഹൗസ് ബോട്ട് ഇട്ടിട്ട്, അതായത് കുറച്ച് ഹീറോയിസം കാണിക്കുകയാണ്. നടു കായലിൽ പാർക്ക് ചെയ്തിട്ട് ഇനിതാ നമ്മൾ നല്ല കരിമീൻ പൊള്ളിച്ചതും കപ്പയും മീൻകറിയും ഒക്കെ ട്രിപ്പ് പിടിപിടിക്കാൻ പോവാട്ടെ. സമയം ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. നന്നായിട്ട് വിശക്കുന്ന ഒരു വിളിയും അതുപോലെ തന്നെ കുടൽ കരിയണേൻ്റെ ഒരു മണം. കഴിക്കാൻ ഇനി കൂടുതൽ ഡയലോഗില്ല. എല്ലാവരും വരും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കൂടി ഇങ്ങനെ കത്തിയൊക്കെ വെച്ച് ഇരുന്ന് വേണമെങ്കിൽ ഒരു ഉറക്കമൊക്കെ ആവാം, കാരണം അത്രയും ലക്ഷറിയസ് ആണ് കേട്ടോ. ഇവിടുത്തെ 5 റൂംസ് ആണ് ആക്ച്വലി ഇവര് പ്രൊവൈഡ് ചെയ്യണേ. അതിൽ ഒരു റൂം ഞങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊരു വ്യൂ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗസ് ബോട്ടിന്റെ ഉള്ളിലാണ് ശരിക്കും ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സീൻ. ആഹാ, ഹായ്. ഒരുപാട് സ്പീഡ് ബോട്ട്സും ഹൗസ് ബോട്ട്സ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഭയങ്കര ആംബിയൻസ്. ആൻഡ് ഇവിടെ അതിങ്ങനെ ഇരിക്കണേ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടില്ലേ, ഹൈ 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 ഹൈ. ഒന്നങ്ങനെ നോക്കൂ, എന്ത് രസാണ്. ഓ മൈ ഗോഡ്. ഇവിടെ ഇരുന്ന് നമ്മളിങ്ങനെ ഇരുന്നോണ്ടേ ഇരിക്കും കേട്ടോ. നല്ല വാഷ്റൂമും ഉണ്ട് ഇവിടെ. ഭയങ്കര നല്ല ഫെസിലിറ്റി കേട്ടോ. വെൽക്കം ക്രൂയിസ് ഓഫർ ചെയ്യണേ. വെൽക്കം ക്രൂയിസ് അവരുടെയാണ് ഈ ഹൗസ് ബോട്ട്. നല്ല വാഷ്റൂമാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബെഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും, കാരണം അത്രയും രസമാണ്. അപ്പൊ ഇനി നമ്മള് വീണ്ടും സ്പീഡ് ബോട്ട് ഓടിക്കാൻ പോവാ. അങ്ങനെ സമയം വൈകുന്നേരമായി, നല്ല സൺസെറ്റ് മൂഡിലാണ് കേട്ടോ. അപ്പോൾ നൈസായിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. എന്തായാലും വന്നതല്ലേ, അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ സന്ധ്യയായി. സത്യം പറഞ്ഞാൽ പോകാൻ തോന്നില്ല, പക്ഷെ പോകണം. കാരണം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളൊരു ജോലി ഉണ്ടല്ലോ. നാളെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട് ഗോഡ് അക്കാഡമിയുടെ നമ്മുടെ മാവേലിക്കര. ചേട്ടാ, ഇനി ആലപ്പുഴയിൽ നിന്ന് മാവേലിക്കരയ്ക്ക് എത്ര ദൂരമുണ്ട്? 35 കിലോമീറ്റർ. എന്ന് വെച്ചാൽ എത്ര മണിക്കൂർ എടുക്കും? 1.5 മണിക്കൂറിനടുത്തെടുക്കും. സമയം ട്രാഫിക് ഉള്ള റോഡ് അല്ലേ? ഓക്കെ. നാളെ കാലത്ത് 10 മണിയോട് കൂടിയിട്ടാണ് നമ്മുടെ ഇനോഗ്രേഷൻ കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് അവിടെ എത്തണം, കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കണം, എന്നിട്ട് അടിപൊളിയാക്കണം. ആദ്യം ഫ്രഷ് ആയിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയതിന് ശേഷം അല്ലേ. അപ്പോൾ ഒരു ടയർഡ് ഫീലൊന്നും ഇല്ല. അത് ശരിക്കും ഇവിടുത്തെ ആ ഒരു പോസിറ്റിവിറ്റിയും ആ ഒരു പച്ചപ്പും ആ ഒരു ആംബിയൻസും നിങ്ങളെല്ലാവരും തന്ന ഹോസ്പിറ്റാലിറ്റി ഒക്കെയാ. പോവാൻ തോന്നുന്നില്ലേ വേറൊരു ദിവസം വരെ ഇനി. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ.
ആലപ്പുഴ ഇത്ര അടുത്താണ്, ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ടാവും എന്നറിയാം. പക്ഷേ വന്നിട്ടില്ല, ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ പോലെ വൈകിക്കരുത്. സത്യം പറഞ്ഞാൽ പറയാൻ കുറച്ച് എന്താ പറയുക ചമ്മലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആലപ്പുഴയിൽ വന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണേന്ന് പറയാനായിട്ട്. അപ്പോൾ നിങ്ങളും എന്തായാലും വരണം കേട്ടോ. അപ്പം ഏകദേശം നമ്മളിങ്ങനെ കരയ്ക്ക് അടുപ്പിക്കാറായിട്ടുണ്ട്. ഇനി എന്നിട്ട് നേരെ നമ്മൾ മാവേലിക്കരയിലേക്ക് പോകും. അവിടെ ഹോട്ടൽ റൂമും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ശേഷം അവിടെ ചെന്നിട്ട് അങ്ങനെ നമ്മളിതാ ഇപ്പോൾ ട്രാവൻകൂർ റെസിഡൻസിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ ഞാൻ ഇവിടെ വെച്ച് വൈകിയാണ് കേട്ടോ. കാരണം നല്ല ടയർഡാണ്. നാളെയാണ് നമ്മുടെ ഷോ. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാം. ഓക്കെ, അപ്പോൾ ഇതിലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ശേഷം ബാക്കി ഷോ. Morning everyone, welcome to Lakshmi Nakshatra official YouTube channel. എൻ്റെ ഉറക്കത്തിൽ നിന്ന് എണീക്കണ കോലം എങ്ങനെയാണ് കേട്ടോ. കുറച്ച് നേരം കൂടെ ഉറങ്ങണമെന്നുണ്ട്, പക്ഷെ കുറച്ച് നേരം കൂടെ ഉറങ്ങാൻ പറ്റൂല. നമുക്ക് പ്രോഗ്രാമിന് പോകണ്ടേ. അപ്പോൾ ഞാനെന്ത് എണീറ്റ് ഫ്രഷ് ആവട്ടെ. ഓക്കെ, ഞാനപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി മേക്കപ്പ് ചെയ്യാനിരിക്കാൻ പോകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഷോ ഉണ്ടെന്ന് പറഞ്ഞു. ഏതാ ഷോ എന്താണെന്നൊന്നും പറഞ്ഞില്ല. റൈറ്റ് നൗ ഞാൻ മാവേലിക്കരയാണ്. ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യണമൊക്കെ കണ്ടില്ലേ എല്ലാവരും. ഇവിടെ OET ട്രെയിനിങ് സെൻ്റർ ആയിട്ടുള്ള ഗോഡ് അക്കാഡമിയുടെ ഇനോഗ്രേഷൻ ഉണ്ടെന്ന്. അപ്പം മേക്കപ്പൊക്കെ ചെയ്ത് ഒരു ഡ്രസ് കോഡൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകാൻ പോണേ. അപ്പം ഞാൻ എന്ത് മേക്കപ്പാണ് യൂസ് ചെയ്യണേ, എൻ്റെ ലുക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണേ എല്ലാം കാണിച്ചു തരാം. എല്ലാവരും പറയാറുണ്ട് ഫ്ലവേഴ്സിൽ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് പറ്റാറില്ല. അപ്പം ഞാൻ കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ടൊരു ഈവൻറ്റ് ചെയ്യാൻ പോവാം. സോ എങ്ങനെയാണ് ഒരു ഷോന് ഞാൻ ഒരുങ്ങണേ, ത്രൂ ഔട്ട് എങ്ങനെയാണ് നമ്മളൊരു ഷോന് അപ്പിയർ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ആദ്യം നമ്മൾ എണീറ്റ് ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുക, അതാണ് എൻ്റെ ഒരു രീതി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഫ്രഷായി വന്നതിന് ശേഷം ഇനി ഞാൻ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ചെയ്യണത്, ഞാൻ 2 പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ ബേസ്ഡ് പ്രൊഡക്റ്റാണ്. അപ്പം ഞാൻ യൂസ് ചെയ്ത ഫേസ് വാഷ് ഇതാണ്, ഡെർമാ വൈബ് ഹൈഡ്രാ ക്ലെൻസർ. ഡെർമാ വൈബ് ഹൈഡ്രാ ക്ലെൻസർ കേട്ടോ. ഞാൻ എല്ലാവരും റെക്കമെൻഡ് ചെയ്യും. കാരണം എനിക്കങ്ങനെ എല്ലാ എന്താ പറയുക ഫേസ് ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ഫേസ് വാഷ് ഒന്നും പറ്റാറില്ല. കാരണം എൻ്റെ സ്കിൻ എപ്പോഴും മേക്കപ്പൊക്കെ ചെയ്ത് ആകെ ബോറായിട്ടിരിക്കുക. ഇപ്പോൾ മേക്കപ്പ് ഇല്ലാണ്ട് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണില്ലേ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിന്നും നമുക്ക് ആക്ച്വലി യൂസ് ചെയ്യാം. അത് മാത്രമല്ല ഓട്ട്മീലാണ്. ഓട്ട്മീൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പ്രത്യേകിച്ച് എന്താ പറയുക ഒരു സ്മെൽ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ സോപ്പ് അങ്ങനെയൊന്നുമില്ല. സോപ്പ് ഫ്രീ ആയിട്ടുള്ള സംഗതിയാണ്. ഭയങ്കര ജെൻറ്റിലാണ്. നല്ലൊരു ഓട്സ് എഫക്റ്റാണ് സ്കിന്നിന്, ഭയങ്കര നല്ലതാണ്. ജസ്റ്റ് ഒരു ഇത്തിരി തിന്നായിട്ടാണ് ഇതിൻ്റെ ലെയേഴ്സ് വരണേ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് ഒന്ന് റിൻസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയുക, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നേരത്തെ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ തിക്നെസ് എത്രയുണ്ട് എന്നൊക്കെ. അപ്പോൾ സ്കിൻ നല്ല സ്മൂത്ത് ആവാനായിട്ടാണെങ്കിലും ഡ്രൈനെസ് മാറാനൊക്കെ ആയിട്ട് ഡെർമാ വൈബിൻ്റെ ഈ ഹൈഡ്രാ ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യണേ. ഇതൊരു പ്രൊഡക്റ്റ്.
അപ്പോൾ ഇതാണ് ന്യൂട്രിഡെർമിൻ്റെ, ഇതും ഓസ്ട്രേലിയൻ ബേസ്ഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ 2 പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തത് കേട്ടോ. ഇത് വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ആക്ച്വലി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് 2 രീതിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ മോയ്സ്ചറൈസർ പോലെ, അതല്ലാതെ നല്ലൊരു പ്രൈമറായിട്ട് ഇത് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്കിൻ ഭയങ്കര ഒന്ന് സ്മൂത്തനാക്കും. അതുപോലെ തന്നെ ഈ ഡ്രൈനെസ് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പോൾ സൺബേണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പം നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രമല്ല ആൻറ്റി ഏജിനിങ് ആയിട്ട് ഒരു ഏജൻ്റായിട്ടും കൂടെ വർക്ക് ചെയ്യും. വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ ഭയങ്കര പൊലിയാണ്. സോ ഇതുവരെ അതായത് പലരും ഇൻബോക്സ് ചെയ്ത് ചോദിക്കാറുണ്ട് യൂസ് ചെയ്യണ മേക്കപ്പ് സ്റ്റിക്ക് എന്താ, അതുപോലെ തന്നെ എന്താ പറയുക ലോഷൻസ്, ബോഡി ലോഷൻസ്, അതുപോലെ മോയ്സ്ചറൈസർ ഇങ്ങനെയൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യണ ഫേസ് വാഷ് എന്ന് പറഞ്ഞ ഡെർമ വൈവിൻ്റെ ഈ ഹൈഡ്ര ക്ലെൻസറും, അതുപോലെ തന്നെ ക്ലെൻസർ ഇതാണ്. ആൻഡ് അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ന്യൂട്രിഡെർമിൻ്റെ ആണ്. വൈറ്റമിൻ ഇ റിച്ച് ആണ്. ഞാൻ 100% നിങ്ങളുടെ അടുത്ത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം എന്താ പറയുക, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. മേക്കപ്പ് ഇല്ലാത്ത എന്നെ കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണല്ലേ. കാരണം പലരും സ്റ്റാർ മാജിക്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് വരുന്നു. ഇതുവരെ ആ ഒരു ധൈര്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ കാണിച്ചു. കാരണം നമ്മൾ കംപ്ലീറ്റ് ഡേ കാണിക്കുകയല്ലേ. അപ്പോൾ ഇനി നമ്മൾ അംഗം തുടങ്ങാൻ പോവാണ്. മൊത്തത്തിൽ ആളെയൊന്നും മാറ്റിയെടുക്കണ്ടേ, മേക്കപ്പ് ചെയ്യാൻ പോവാം. അപ്പോൾ സിന്ധു ചേച്ചി ആ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ചാലഞ്ച് ആണെങ്കിലും എന്ന് പറഞ്ഞിട്ട്. സിന്ധു ചേച്ചി അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മൾ ഹുദ ബ്യൂട്ടി യൂസ് ചെയ്യാറുണ്ട്, പിന്നെ മാക്ക് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ കുറച്ച് ബോബി ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറില്ലേ. ഒന്ന് പറഞ്ഞു കൊടുക്കൂ എങ്ങനെയാണ് എൻ്റെ മേക്കപ്പ്, എന്താ എൻ്റെ ആവശ്യങ്ങളിൽ. ലക്ഷ്മി എപ്പോഴും പറയും എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള മേക്കപ്പ് ആവണം, ഓവറായിട്ടൊന്നും തോന്നുന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒരു നാച്ചുറൽ രീതിയിലാട്ടോ. യെസ്, നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പം ഇതാണ് മേക്കപ്പ് ഇല്ലാത്ത ഞാൻ ബിഫോർ ആഫ്റ്റർ കേട്ടോ. ഇതിപ്പം കാണിക്കാം. OET എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ന് വേണം പറയാനായിട്ട്. അത്തരത്തിൽ ഇന്ന് OET ട്രെയിനിങ് സെൻറ്റർ ആയിട്ടുള്ള ശരിക്കും ഓഫ്ലൈൻ രംഗത്ത് ഒരു തുടക്കം കുറിക്കുകയാണ്. എന്നാൽ ഓൺലൈനിൽ ഒരുപാട് ചരിത്രം സൃഷ്ടിച്ച ഈ ഒരു OET തരംഗം സൃഷ്ടിച്ച ഗോഡ് അക്കാഡമി ഇതാ മാവേലിക്കരയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു മാവേലിക്കരയിൽ ഗോഡ് അക്കാഡമിന് നിങ്ങൾക്ക് സ്വന്തം. അപ്പോൾ ഏതായാലും ഇനോഗ്രൽ സെറമണിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. The best OET online and offline training in Kerala, God Academy. വെൽക്കം എവറി വൺ. അപ്പോൾ നമ്മളിന്ന് ഗ്യാദർ ചെയ്തിട്ടുള്ളത് ഗോഡ് അക്കാഡമിയുടെ, അതായത് OET ട്രെയിനിങ്ങിൽ ഓൺലൈൻ ക്ലാസ്സസിൽ ചരിത്രം. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് ഡൺ ആണ്, എല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നെയിൽ പോളിഷ് ഇടണം, അതുപോലെ തന്നെ ആക്സസറൈസ് ചെയ്യണം, ഡ്രസ്സ് മാറ്റണം. അതിന് മുമ്പുണ്ടല്ലോ നേരത്തെ കളിചിരിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ അമ്മയൊക്കെ എന്നെ എപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് സ്റ്റേജ് ഷോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ലാസ്റ്റ് ആവുമ്പോഴല്ലോ നമുക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ വരും. അല്ലാണ്ട് ഇപ്പോൾ കാണുന്ന പോലെ എന്തൊരു കോൺഫിഡൻ്റ് ആയിട്ടാണ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് ശരിക്കും ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ കുറച്ച് ടെൻഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ഓരോ ഷോനും പുതിയതായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കില്ല. ഇപ്പോൾ ഞാനിപ്പോൾ സ്ക്രിപ്റ്റൊക്കെ നോക്കുമായിരുന്നു കേട്ടോ ഗോഡ് അക്കാഡമിയുടെ. അപ്പം അവർ കുറച്ച് കീ പോയിന്റ്സ് ഒക്കെ നമുക്ക് അവിടെ പോയിട്ട് പറയണ്ടേ, അപ്പം ആ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല. ബാക്കി ഇനി അവിടെ പോയിട്ട് കേട്ടോ. അപ്പോൾ ഇനോഗ്രേഷൻ 10 മണിന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഡ്രസ്സ് കാണണ്ടേ, അതായത് ഗോഡ് അക്കാഡമിയുടെ കംപ്ലീറ്റ് ഒരു തീം ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറിലാണ്. അപ്പോൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത് ബ്ലൂ കളർ ഒരു കോസ്റ്റ്യൂം ചെയ്യണമെന്ന്. അപ്പോൾ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. ഇത് സ്പെഷ്യലി ഇതിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തതാണ്. അവരും ഈ ബ്ലൂ ഷെയ്ഡിൽ തന്നെയായിരിക്കും. അപ്പോൾ ക്ലൈൻറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലൂ ടോണിൽ വേണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചത് സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ബാക്കി ഞാനിത് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി ഹെയർ ഒന്ന് ഇത് റിലീസ് ചെയ്യാനുണ്ട്, കോസ്റ്റ്യൂം ഇടാനുണ്ട്. പിന്നെ എന്തായാലും കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 ഫോട്ടോ, അത് അതിൻ്റെ ഒരു രീതിയല്ലേ. അത് കഴിഞ്ഞിട്ട് അവരുടെ വണ്ടി വരും. എന്നിട്ട് അവിടെ പോയിട്ട് എങ്ങനെയാണ് ഞാനൊരു ഷോന് അപ്പിയർ ചെയ്യണേ, അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത് ഞാൻ ഈ ഉടുപ്പിടുത്ത് ഇത് നമുക്ക് ചെയ്തു തന്നതായിരുന്നു ഫിംഗർ പ്രിൻറ്റ്സ് ബൊട്ടീക്ക്.
അപ്പം കൊള്ളാം അല്ലേ? ഇത് കാണുന്ന പോലെയല്ല, ഇടുമ്പോൾ കുറച്ചും കൂടെ എലഗൻസ് ഭയങ്കരമായിട്ട് കൂടും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ എൻ്റെ ഫേവറേറ്റ് കളറാണ്. അപ്പം ഇത് തീം ആയതുകൊണ്ട് തന്നെ ഞാനും ബ്ലൂ അല്ല. ഇനി ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം എപ്പടി. അപ്പോൾ ഓൾ ഡൺ. ഇനി നമ്മൾ ഗോഡ് അക്കാഡമിയുടെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഓൾ സെറ്റാണ്, സ്ക്രിപ്റ്റും എല്ലാം ഓക്കെയാണ്. ഇനി നമ്മൾ നേരെ പോവാ. അപ്പം ഗോഡ് അക്കാഡമിയുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ വെന്യൂലേക്ക്, അവരുടെ അക്കാഡമിയിലേക്ക് പോകാൻ പോണേ. അപ്പോൾ ബാക്കി ഇനി അവിടെ ചെന്ന് എനിക്ക് എത്രത്തോളം സംസാരിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കംപ്ലീറ്റ് ഇനി ഇനോഗ്രേഷനും ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ക്യാമറ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി വെന്യൂലേക്ക്. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, അപ്പം കുറെ പേര് ലക്ഷ്മിയുടെ ഫാൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് സന്തോഷം. ലക്ഷ്മി തന്നെ വന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. കാരണം ഗോഡ് അക്കാഡമി എന്ന് പറയുന്നത് നമുക്ക് നേഴ്സസിന് ഒരുപാട് പാവം പിടിച്ച നേഴ്സസ് ഉണ്ട്. അപ്പൊ അവർക്ക് നമ്മള് വളരെ ബേസിക് ലെവലിൽ നിന്ന്, കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർ നേഴ്സസ് ആണ്, കാരണം മലയാളം മീഡിയത്തിലായിരിക്കും പഠിച്ച്. അപ്പൊ അവരെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ അവരെ നമ്മൾ യൂറോപ്യൻ കൺട്രിയിലോട്ട് എത്തിക്കുകയാണ്. എല്ലാവിധ സപ്പോർട്ടും മാക്സിമം ഞങ്ങൾ ഹൈലി എനർജറ്റിക് ആണ്. നല്ല എനർജിയിൽ നമ്മുടെ സ്റ്റാഫിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഗ്രാമർ എടുത്തുകൊണ്ടിരിക്കുന്നു. എന്റെ പേര് ടിജു ആന്റണി. ലക്ഷ്മിക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്നപ്പോൾ തന്നെ ഞാൻ ഏറ്റവും അധികം ഗോഡ് അക്കാഡമി എന്താണെന്നും അതുപോലെ തന്നെ OET ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം നല്ല രീതിയിൽ റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഇന്നിപ്പോ ഈ ഒരു ഇനോഗ്രേഷൻ ഇവിടെ വന്നിട്ടുള്ളത്. അതായത് വ്യക്തമായിട്ട് അറിയാം സാറിനെ പറ്റി. താങ്ക് യു സോ മച്ച്. OET യോട് ബന്ധപ്പെട്ട് ഇദ്ദേഹം നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് തോമസ്. ഞങ്ങൾ ജസ്റ്റ് എന്താ പറയുക, ഞങ്ങളുടെ സ്റ്റാഫും കാര്യങ്ങളും എല്ലാം നല്ല സപ്പോർട്ടീവ് ആണ്. സ്റ്റുഡൻസിന്റെ ആ ഒരു വീക്ക്നെസ് അറിഞ്ഞ് അവരുടെ ലീഡ് അറിഞ്ഞ് ആ രീതിയിലാണ് ഞങ്ങൾ ഒരു പ്രത്യേക ന്യൂ ആയിട്ടുള്ള രീതിയിൽ ആണ് ഞങ്ങൾ OET ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രാമറിന് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യും, ഇമ്പോർട്ടൻസ് കൊടുക്കുക. സാധാരണ നമുക്ക് OET ഗ്രാമർ ഇല്ലെന്നൊക്കെ പുറത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട്. അത് തന്നെ. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഗ്രാമാറ്റിക്കലി കുറച്ചുകൂടെ ഊന്നൽ നൽകിയിട്ട് ഇപ്പൊ ബേസ് ലെവലിൽ നിങ്ങൾ ഉയർത്തും. മേ ബി കുറച്ച് സമയം ഡ്യൂറേഷൻ എടുത്താലും മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്കും ഇംഗ്ലീഷിനോടുള്ള പേടി അങ്ങോട്ട് കംപ്ലീറ്റ് മാറ്റി നടത്താം. ഇനി ഞാൻ തൃശ്ശൂർ കുറുക്കഞ്ചേരി പോയി കുറെ ഇംഗ്ലീഷ് പറയും. ഓക്കെ സാർ, അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ പോയാ അല്ലേ? Once again, God Academy ഓഫ്ലൈൻ ക്ലാസ്സസ് ഇന്ന് മുതൽ മാവേലിക്കരയ്ക്ക് സ്വന്തം. അപ്പോൾ സാറിന്റെ ഒഫീഷ്യൽ കർത്തവ്യം അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു ഫ്രണ്ട്ലി കർത്തവ്യം കൂടി ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ളവർക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരുമല്ലേ ഇംഗ്ലീഷ് ഗ്രാമറിൽ.
നമ്മളിപ്പോ ഗോഡ് അക്കാഡമിയുടെ റിസപ്ഷനിലാണ് ഒരുവിധം എല്ലാം നമ്മൾ കണ്ടു, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. ഇത്രേ പറയാനുള്ളൂ. ഏതായാലും ഈ ഒരു ഗോഡ് അക്കാഡമിയുടെ ഓൺലൈൻ ട്രെയിനിങ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ആയിരിക്കണം ഒരുപാട് പേരോട് എത്തിയിട്ടുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് പ്രൂവ്സ് എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇനിയും അതായത് ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷിനെ പേടിക്കുന്ന എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഗ്രാമർ ആണെങ്കിലും അതുപോലെ OET എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പെഷ്യലി ഫോർ മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ആണ്. അപ്പം ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് OET ട്രെയിനിങ് നമ്മുടെ ടിജു ആന്റണി ഇദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ളവർ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗ്രാമറിന് അധികം ഇമ്പോർട്ടൻസ് ഒന്നുമില്ലെന്ന്. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഈ ഗ്രാമർ എന്ന് പറയുമ്പോൾ പേടിക്കുന്നവരോട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇദ്ദേഹം ക്ലാസ്സസ് എക്സിക്യൂട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഗോഡ് അക്കാഡമിയിൽ ട്രെയിനിങ് എടുക്കാം കേട്ടോ, OET ട്രെയിനിങ് എടുക്കാം. താങ്ക് യു സോ മച്ച്. യോ വെൽക്കം സർ. ശരി കേട്ടോ. അപ്പോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഒരുപാട് സന്തോഷം. ഹാപ്പി ആണെന്ന് വിചാരിക്കണം. ഓക്കെ, ഞാനും ഭയങ്കര ഹാപ്പിയാണ്. കാരണം മാവേലിക്കരയിൽ കുറെ ജെനുവിൻ ആയിട്ടുള്ള കുറെ പേരെ കണ്ടു. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം വൺസ് അഗെയിൻ ശരി, അപ്പൊ ഇറങ്ങാണ്. ഓക്കെ, ശരി ശരി.